അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തുടർ പഠന ക്ലാസ്സിൽ അത്വഹാറ എന്ന വിഷയത്തിൽ, അത്വഹാറത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ശുദ്ധീകരണം എന്ന വിഷയത്തിലെ 6ാമത്തെ ക്ലാസ്സാണ് ഇത്. അവസാനം നാം സംസാരിച്ചു കഴിഞ്ഞത് മൂജിബാത്തുൽ ഗുസ്ൽ, കുളി നിർബന്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ അഥവാ വലിയ അശുദ്ധി സംഭവിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നായിരുന്നു. അതിന്റെ ഓരോ കാര്യങ്ങളുടെയും വിശദീകരണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനിയ്, വദിയ്, മദിയ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കുളി നിർബന്ധമാക്കപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മനിയ് പുറപ്പെടുക എന്നുള്ളത് നാം പറഞ്ഞു. അത് പല രൂപത്തിലാണ് മനിയ് പുറപ്പെടുന്നത് അഥവാ ശുക്ലം പുറപ്പെടുന്നത്. ഒന്ന് സംയോഗം മുഖേന, മറ്റൊന്ന് സ്വപ്നസ്ഖലനം മുഖേന, അപ്രകാരം തന്നെ സ്വയംഭോഗം മുഖേനയും. ഇതിൽ മൂന്നാമത് പറഞ്ഞ ഇനം സ്വയംഭോഗം, ഇസ്ലാമിൽ അതിന്റെ ഹുക്മ് എന്ത് എന്നുള്ളത് നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സ്വയംഭോഗം എന്ന് വെച്ചാൽ ഒരു വ്യക്തി തന്റെ സ്വയം പ്രവർത്തനം കൊണ്ട്, സ്വന്തം ലൈംഗിക പ്രവർത്തനങ്ങൾ കൊണ്ട് ശുക്ലം അഥവാ മനിയ് പുറപ്പെടുവിക്കുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് അറിയപ്പെടുന്നത്. അറബിയിൽ അതിന് ഹദീസുകളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ള പദം ഇസ്തിംന എന്നുള്ളതാണ്. അൽ ഇസ്തിംന എന്നും അതേപ്രകാരം അൽ ആദത്ത് സിരിയ എന്നും പറയാം. ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിക്കപ്പെടാത്ത ഒരു കാര്യമാണത്. മാത്രവുമല്ല ശർഅ് അത് ഹറാമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായിട്ടും മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും അതിന് വിശദീകരണം നൽകിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഇസ്തിംനായിൽ നിന്ന് അഥവാ സ്വയംഭോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫത്വയിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പഠിക്കാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ അൻ ഹുക്ം ഇസ്തിമാലിൽ ആദത്ത് സിരിയ, സ്വയംഭോഗം നടത്തുന്നതിന്റെ വിധി എന്ത്, വഹൽ ഹിയ മിൻ കബാഇരിദ് ദുനൂബ്, അത് വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടിയാണ് ഫഖാല ഹാദിഹിൽ ആദ ലാ തുജൂസ്, ഈ സമ്പ്രദായം ഇത് പാടില്ലാത്തതാണ്, അനുവദനീയമല്ലാത്തതാണ്, വ മുൻകറ, നിഷിദ്ധമാക്കപ്പെട്ടതുമാണ്, വഫീഹാ ളററുൻ അളീമുൻ, ഇതിൽ മഹാ അപകടമായിട്ടുള്ള ളററുകൾ, ഉപദ്രവങ്ങളുണ്ട്. ഖററൽ അത്തിബ, അതേപ്രകാരം തന്നെ മെഡിക്കൽ ഡോക്ടർമാർ തന്നെ അന്ന ഫീഹാ ളറാറൻ കസീറൻ, അതിൽ ധാരാളം ഉപദ്രവങ്ങളുണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുമുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. മാ അന്നഹ ആദത്തൻ മുഖാലഫ ലിശ്ശറഅൽ മുതഹ്ഹർ, മാത്രവുമല്ല പരിശുദ്ധ ദീനിന് എതിരുമാണ് ഈ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വനസീഹത്തി ലികുല്ലി വാഹിദിൻ മിനശ് ശബാബ് വശാബാത്ത് അൽ ഹദർ, എന്റെ ഉപദേശം എന്ന് വെച്ചാൽ ഞാൻ ഉപദേശിക്കുന്നു എല്ലാ പുരുഷന്മാരോടും യുവാക്കളോടും യുവതികളോടും അൽ ഹദർ, അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി. لأن هذه العادة يتعاطاها النساء والرجال جميعا, ഈ പ്രവർത്തനം അത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഫയജിബുൽ ഹദ്റു മിൻ ഹാദിഹിൽ ആദത്തിൽ ഖബീഹ, ഈ മോശപ്പെട്ട വൃത്തികെട്ട ഈ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ്.
വലാ യജൂസു തആത്തിഹാ ലാ ലിരിജാലി വലാ നിസാ, സ്ത്രീകൾക്കോ പുരുഷനോ ഒന്നും തന്നെ ഇത് പ്രവർത്തിക്കൽ, ഇത് ചെയ്യൽ അനുവദനീയമല്ല. ലാ ലിശ്ശബാബ് വലാ ലിശ്ശൈബ്, അത് യുവാവിനാവട്ടെ അതേപ്രകാരം വാർദ്ധക്യമായിട്ടുള്ള വൃദ്ധനാവട്ടെ, ആരായിരുന്നാലും ശരി. ബൽ യജിബു തർക്കുഹാ വൽ ഹദറു മിൻഹാ, അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്, അതിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖിന്റെ ഫത്വയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ മറ്റൊരു സ്ഥലത്ത് ഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ചോദിക്കപ്പെട്ടു, അൻ ഹുക്മ മൻ യുമാരിസുൽ ആദത്തു സിദ്ദിയ ബിദഅവൽ ഖൗഫ് മിനൽ വഖൂഇ ഫി സിന, വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താൽ, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി സ്വയംഭോഗം നടത്തുന്നതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോഴും ഷേഖ് നൽകിയിട്ടുള്ള മറുപടി, ഫഖാൽ യഹ്റുമു അലൽ മുസ്ലിം അൻ യതആതി അൽ ആദത്തു സിദ്ദിയ, അതായത് സ്വയംഭോഗം നടത്തൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, ഹറാമാണ്. വഹിയൽ ഇസ്തിംനാ, അതാണ് ഇസ്തിംന എന്ന പേരിൽ അറിയപ്പെടുന്നത്, സ്വയംഭോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവർത്തനമാണത്. എന്നിട്ട് ഷെയ്ഖ് തെളിവ് പറയുന്നത്, ലിഖൗലില്ലാഹി അസ്സ വജൽ ഫീ സിഫത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് വിശേഷണമായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, മുഅ്മിനീങ്ങൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങിയിട്ട് സൂറത്തിൽ കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, അവരാ മുഅ്മിനീങ്ങളാണ് വിജയികൾ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ മുഅ്മിനീങ്ങൾ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായ ആളുകളാണ് മുഅ്മിനീങ്ങൾ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നിർവഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുഅ്മിനീന്റെ 5-ാമത്തെ ആയത്തിൽ കാണാം, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ തങ്ങളുടെ ഭാര്യമാർക്കോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായ ഉള്ള ബന്ധം ഒഴികെയുള്ള, അപ്പോൾ ഫഇന്നഹും ഗൈറു മലൂമീൻ, ആ സമയത്ത് അവർ ഭാര്യമാരുമായിട്ടോ അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് ആ വിഷയത്തിൽ അവര് ഗൈറു മലൂമീൻ, ആക്ഷേപാർഹരല്ല. ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, ശേഷം പറയുന്നത്, എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാകുന്നു ഫഉലൈക ഹുമുൽ ആദൂൻ, അക്രമകാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ മുന്നോട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനീനിൽ മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്ത് തന്നെയാണ് സ്വയംഭോഗം പാടില്ല എന്നതിനെ തെളിവായിക്കൊണ്ട് ഇമാമുമാര്, മുഫസ്സിരീങ്ങൾ, ഫുഖഹാക്കളൊക്കെ വിശദീകരിക്കുന്ന തെളിവ് പിടിക്കുന്ന ആയത്തും ഇത് തന്നെയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ നസ്സ് പ്രകാരം ഇത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അതേ പ്രകാരം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇമാം ഷാഫി തന്റെ കിതാബുൽ ഉമ്മിൽ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. ഫഖദ് ഇസ്തദല്ല ഇമാം മാലിക്, അതേ പ്രകാരം വൽ ഇമാം ഷാഫിഈ അലാ തഹ്രീമിൽ ഇസ്തിംനാ ബിൽ യദ് ബിഹാദിഹിൽ ആയ, കൈകൊണ്ടുള്ള പ്രവർത്തനത്താൽ സ്വയംഭോഗം നടത്തുന്നതിന് നിഷിദ്ധമാണ് എന്നതിന് തെളിവായിക്കൊണ്ട് ഇമാമന്മാർ ഉദ്ധരിച്ച ആയത്താണിത്, സൂറത്തുൽ മുഅ്മിനീനിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. എന്നിട്ട് ഇമാം ഷാഫിഈ പറയുന്നു, വഹുവ ഹുജ്ജത്തുൻ, അത് തെളിവാണ്. ഫകാന ബയ്യിനൻ ഫീ ദിക്രി ഹിഫ്ളിഹിം ലിഫുറൂജിഹിം ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും, അവരുടെ ഗുഹ്യാവയവം തന്റെ ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെ മുമ്പിൽ ആണ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതിൽ തഹ്രീമു മാ സിവൽ അസ്വാജി വമാ മലകത്തുൽ ഐമാൻ, ഇവിടെ ഈ രണ്ട് കൂട്ടരുമല്ലാത്തവരുമായിട്ടുള്ള ബന്ധം, അത് ആ മറ്റു രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ് എന്ന് പറയുന്നു. സുമ്മ അക്കദഹ, എന്നിട്ട് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, ഇതിനപ്പുറം ഭാര്യമാരും അടിമ സ്ത്രീകളും മുഖേന അല്ലാതെ ലൈംഗികമായിട്ട് സുഖമെടുക്കുന്നവർ, അതല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്തുന്നവർ,
ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാണ് അക്രമകാരികൾ എന്ന് പറയുന്ന ആ ആയത്ത് തെളിവാക്കുന്നു. ഫലാ യഹില്ലുൽ അമലു ബിസ്സകരി ഇല്ലാ ഫിസ്സൗജ ഔ ഫിൽ മിൽക്കിൽ യമീൻ. അതുകൊണ്ട് ഭാര്യയുടെ ഇടയിലല്ലാതെ, ഇവരുടെ മുമ്പിലല്ലാതെ ഈ തന്റെ ലൈംഗിക അവയവം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പാടുള്ളതല്ല. വലാ യഹില്ലുൽ ഇസ്തിംനാ, അതുകൊണ്ട് സ്വയംഭോഗവും അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ തെളിവ് പറയുന്നത് ഹദീസിൽ നിന്നാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാൽ كنا مع رسول الله صلى الله عليه وسلم شبابا لا نجد شيئا فقال لنا رسول الله يا معشر الشباب من استطاع الباءة فليتزوج. ഞങ്ങൾ യുവാക്കളായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലല്ലോ എന്നുള്ള രൂപത്തിൽ അവർ സംസാരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലയോ യുവസമൂഹമേ, യുവാക്കളെ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഅത്ത് അഥവാ കഴിവെത്തിക്കഴിഞ്ഞാൽ, അഥവാ വിവാഹം കഴിക്കുവാനുള്ള കഴിവും സാമ്പത്തിക, ആരോഗ്യ, ശാരീരിക കഴിവുകളെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, അവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾ വിവാഹം ചെയ്യണേ. ഫഇന്നഹു അഗളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അത് തന്റെ കണ്ണുകളെ താഴ്ത്തിക്കളയുവാനും അതേപ്രകാരം തന്നെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുവാനും വേണ്ടിയാണ്, അതാണ് നല്ലത്. വമൻ ലം യസ്തതി, ഇനി അതിന് സാധിക്കാത്തവർ, വിവാഹം ചെയ്യാൻ സാധിക്കാത്തവർ, അതിന് കഴിവില്ലാത്തവർ, ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, കാരണം ആ നോമ്പാണ് അവിടെ അവന് പരിജ അഥവാ ഹിമായത്തും മിനൽ വുഖൂഇ ഫിൽ ഹറാം, ഹറാമിൽ, നിഷിദ്ധങ്ങളിൽ വീണു പോകുന്നതിൽ നിന്ന് രക്ഷ അവന് നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബി യുവാക്കളോട് കൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇവിടെ നിക്കാഹിനെ അശക്തനാവുന്നവരാണെങ്കിൽ, നിക്കാഹ് ചെയ്യാൻ, വിവാഹം ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അവിടെ ശറഅ് അവരോട് നിശ്ചയിച്ചിട്ടുള്ളത് ഇലസ്സൗം, നോമ്പാണ്, നോമ്പ് നോൽക്കുകയാണ്. മഅമശഖത്തിഹി, അവൻ എത്ര പ്രയാസമുള്ളവനാണെങ്കിലും ശരി അവന് നോമ്പെടുക്കുകയാണ് വേണ്ടത്. വലം യുർഷിദ് ഇലൽ ഇസ്തിംനാ, ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിന് സാധിക്കാത്തവർ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർ ചെയ്യേണ്ടത് നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്. വലം യുർഷിദ് ഇലൽ ഇസ്തിംനാ, അവിടെ സ്വയം ഭോഗം ചെയ്യണം എന്ന് ഒരിക്കലും ശറഅ് കൽപ്പിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു മുസ്ലിം ചെയ്യേണ്ടത് നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ വിവാഹം ചെയ്യുകയോ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ രൂപത്തിലുള്ള സ്വയംഭോഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവന്റെ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന ഹറാം ചെയ്യാൻ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഇത് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മറ്റൊന്ന്, മൂന്നാമതായി പണ്ഡിതന്മാരുള്ള വിശദീകരണം, അത് സഹിയാണ്, അത് ആരോഗ്യപരമായിട്ടും അതിന് ഉപദ്രവങ്ങളാണെന്ന്. ആരോഗ്യപരമായിട്ട് ഒരിക്കലും മെഡിക്കൽ ശാസ്ത്രം അത് നല്ലതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, അത് ഉപദ്രവമാണ് മനുഷ്യനുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതേപ്രകാരം തന്നെ നാലാമതായിട്ട് നഫ്സി, മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഇത് പതിവാക്കിയവർക്കുണ്ടാകും എന്നും മാനസികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ധാരാളം തെളിവുകൾ പരിശുദ്ധ ഖുർആന്റെയും ഹദീസും കഴിഞ്ഞ് മറ്റു ഭൗതികപരമായിട്ടുള്ള ധാരാളം കാരണങ്ങൾ കൂടി പണ്ഡിതന്മാരും ഫുഖഹാക്കളൊക്കെ വിശദീകരിക്കുന്നതായിട്ട്, നമ്പറിട്ട് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായിട്ട്, ശറഈയായിട്ട് ഒരു മുഅ്മിൻ, ഒരു മുഅ്മിനത്ത്, ഒരു മുസ്ലിം, ഒരു മുസ്ലിമത്ത് ഇതിൽ നിന്ന് വിട്ടുനിൽക്കൽ വളരെയധികം നിർബന്ധമാണ്. ഒരിക്കലും തന്നെ മറ്റു ഹറാമിലേക്ക്, സിനായിലേക്ക്, വ്യഭിചാരത്തിലേക്ക് വന്നുപോകും എന്നുള്ള ഭയത്താൽ ഒരിക്കലും തന്നെ മറ്റൊരു ഹറാമ് പ്രവർത്തിക്കുകയല്ല വേണ്ടത്.
മറിച്ച് ഇസ്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒന്നുകിൽ വിവാഹം, അതല്ലെങ്കിൽ നോമ്പ്, അതല്ലെങ്കിൽ ക്ഷമ കൈകൊള്ളുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു തഖ്വയുള്ളവനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, ആര് കണ്ടില്ലെങ്കിലും എന്റെ ഈ തിന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഓരോ സ്ത്രീക്കും പുരുഷന്മാർക്കും അതിൽ നിന്ന് സാധിക്കുന്നതാണ്. അനാവശ്യമായിട്ടുള്ള സെക്സ് ഫിലിമുകൾ, അതേപ്രകാരം സെക്സ് ഗാനങ്ങൾ തുടങ്ങിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള തിന്മ മ്ലേച്ഛമായിട്ടുള്ള വൃത്തികെട്ട ഫോട്ടോകൾ തുടങ്ങിയവയൊന്നും ശ്രവിക്കുവാനോ അത് ദർശിക്കുവാനോ പാടില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല, നിഷിദ്ധമാണ്. അന്യരുടെ ഔറത്തിലേക്ക് നോക്കുന്നതുമെല്ലാം നിഷിദ്ധമാണ്. മാത്രവുമല്ല, ലൈംഗിക ചിന്തകൾ വെച്ചുകൊണ്ട് അനാവശ്യമായിക്കൊണ്ട് ഒരു നോട്ടം പോലും മറ്റൊരു സ്ത്രീയെ പോലും ദർശിക്കുന്നത് പോലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചുവല്ലോ, നമ്മുടെ കണ്ണിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, കയ്യിന് വ്യഭിചാരമുണ്ട്, നമ്മുടെ കാതുകൾക്ക് വ്യഭിചാരമുണ്ട്. അനാവശ്യമായ ഇതിലേക്ക് നോക്കൽ, അനാവശ്യമായത് കാണൽ, അതാണ് കണ്ണിന്റെ വ്യഭിചാരമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുവെങ്കിൽ, അനാവശ്യമായത് കേൾക്കൽ കാതിന്റെ വ്യഭിചാരമാണെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഈ രൂപത്തിൽ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഹറാമാണ്, നിഷിദ്ധമാണ്, വ്യഭിചാരമാണ് എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചുവല്ലോ, ലാ തഖറബുസ്സിന, നിങ്ങൾ സിനായിലേക്ക്, വ്യഭിചാരത്തിലേക്ക് അടുക്കുവാൻ പാടുള്ളതല്ല, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത്തഖറബുസ്സിന, നിങ്ങൾ അതിലേക്ക് അടുക്കാൻ പോലും പാടുള്ളതല്ല എന്നുള്ളത്. വിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന അതിലേക്കുള്ള വസായിലുകളാണ് സ്വയം ഭോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ഒരാൾ ഒറ്റക്കായിക്കൊണ്ട് ഒരു റൂമിൽ സ്വന്തമായി താമസിക്കുന്നവൻ, മറ്റു ആരും അത് കാണാനില്ല എന്നുള്ള നിലക്ക് സ്വന്തമായി താമസിക്കുന്നവനാവട്ടെ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സൗകര്യങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ ഏതൊരാളും ഏത് സമയത്തും വഴിതെറ്റാൻ സാധ്യതയുണ്ട്. പിശാച് അവനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള നഗ്നമായിട്ടുള്ള വീഡിയോകളിലേക്കും മറ്റും പ്രവേശിക്കുകയും അതിനുശേഷം പിന്നീട് സ്വയം ഭോഗം നടത്തണമെന്നുള്ള ചിന്തകൾ മനുഷ്യന് ഉദിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഒറ്റക്കാകുന്നതിൽ നിന്ന്, അതായത് ഏത് സമയത്തും ഒറ്റക്കാകുമ്പോൾ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയവും തഖ്വ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. ഏത് സമയത്തും പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാം കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ട് മുഅ്മിനത്തായിക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ വീണു പോകുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.